നമസ്കാരം. ഞാനിന്ന് തൃശ്ശൂരിലാണ് ഉള്ളത്. തൃശ്ശൂരിൽ നമ്മുടെ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള റൗണ്ടിലാണ് കേട്ടോ. തൃശ്ശൂരിൽ ആകെ 2 റൗണ്ടാണുള്ളത്. ഒന്ന് സ്വരാജ് റൗണ്ടാണ്, നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലുള്ളത്. പിന്നെയുള്ളത് ഇതാ ഇവിടെയും ശക്തൻ സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഈ റൗണ്ട് നടപ്പാത. പുതിയതായി വന്നത് കാരണം നല്ല മെനയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. രാത്രി ഇതിൽ ലൈറ്റൊക്കെ തെളിഞ്ഞ് കാണുമ്പോൾ നല്ല രസമുണ്ട്. നമുക്കിനി അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണണം. കുറേ നാളെടുത്തു കേട്ടോ ഇതുപോലെ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ മുമ്പ് വരുമ്പോൾ ഇവിടെ എ സി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എ സി എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ആദ്യം നമ്മൾ ഈ ലിഫ്റ്റിൽ കയറി പോകുന്നു. നല്ല രസമുള്ള ലിഫ്റ്റും അതുപോലെ തന്നെ ശീതീകരിച്ചിട്ടാണ്. ഇതും എ സിയാണ്, അതാ നോക്കിയേ. അതുപോലെ തന്നെ എല്ലാവർക്കും കാൽനട യാത്രക്കാർക്ക് ഒരു നല്ലൊരു സൗകര്യം തന്നെ കേട്ടോ. എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആകെ ഒരു നിലയാണ് കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ ഈ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജി എന്നായിരിക്കും കാണുക, അതായത് ഗ്രൗണ്ട് ഫ്ലോർ. അവിടെ നിന്ന് 1 എന്നുള്ള സ്വിച്ചിൽ അമർത്തിയാൽ അടുത്ത നിലയിലോട്ട് പോകും. പിന്നെ അവിടെ കയറിയിട്ട് തിരിച്ച് ജിയിലോട്ട് അമർത്തിയാൽ താഴോട്ട് തിരിച്ചും വരും, ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വരുന്നതാണ്. ഇനി നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഇതാ നേരെ ഈ റൗണ്ട് ആയിട്ടുള്ള ഈ സർക്കിളിലോട്ട് കിടക്കണം. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതായത് എ സി ഉച്ച വെയിലത്തൊക്കെ ഇതിലൂടെ വരുമ്പോൾ നല്ലൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഈ റോഡ് മുറിച്ച് കിടക്കാൻ തന്നെ കുറേ സമയം എടുക്കും എല്ലാവരും. അപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് ഈ റൗണ്ടിലൂടെ നടന്ന് ഓരോ സൈഡിലോട്ടും 4 വശത്തോട്ടിലോട്ടും വാതിലുകളുണ്ട്. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എൻട്രിയും ചെയ്യാം. എല്ലാവിടെയും ലിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന റൂഫിൽ അതിന് മേലേറ്റ് സ്ഥാപിച്ച സോളാർ പാനലിൽ നിന്നാണ് ഇതിനുള്ള കറണ്ട് എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. എ സിയും ലൈറ്റും എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ കറണ്ടിലാണ്, സോളാർ കറണ്ടിലാണ്. ഏത് സമയവും ഇവിടെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇതാ വേസ്റ്റ് ബിന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിരീക്ഷണ ക്യാമറകളും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സെക്യൂരിറ്റി ഇല്ല, ബാക്കി പോലീസുകാരുടെ സഹായമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടത്. ഈ റൗണ്ടിലുള്ള ഗതാഗതക്കുരുക്കും അതുപോലെ തന്നെ റോഡ് അപകടങ്ങളെല്ലാം ഒരു പരിധിവരെ ഈ റൗണ്ട് വന്നതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി തൃശ്ശൂർ വരുമ്പോൾ തീർച്ചയായും ഇതിൽ കയറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളാണെങ്കിൽ നല്ല ലൈറ്റിട്ടുള്ള ഈ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ.